അലിന്റെയും ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് ഇന്ദിരാമയോട് നന്ദിത പറഞ്ഞു. എന്നാലും എനിക്ക് മനസ്സിലാകാത്ത കാര്യം, ആ കൃത്യ സമയത്ത് തന്നെ ധർമ്മന്റെ കല്യാണം മുടക്കാണ്ട് ആ പെണ്ണ് വരുന്നു. അതിനുശേഷം അവൾ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോ തന്നെ സുകന്യ വരുന്നേ. എനിക്കതൊന്നും മനസ്സിലാകുന്നില്ല. ഇത് കേട്ടപ്പോ ഇന്ദിരാമ പറഞ്ഞു, മോളെ ഭഗവാനാണ് അവളെ അവിടെ കൊണ്ടുവന്നത്. അല്ലമ്മേ, അങ്ങനെ ഒരുങ്ങിയൊക്കെ അതെ, ഇന്നത്തെ കാലത്ത് പെൺകുട്ടികളൊക്കെ കല്യാണത്തിനൊക്കെ പോകുന്നതും പറ്റും നല്ല ഒരുങ്ങിയാണ്. കാരണം മണ്ഡപത്തിലിരിക്കുന്ന പെണ്ണിനേക്കാളും നല്ല ഒരുങ്ങിപ്പോകാനായിട്ട് അവര് ശ്രമിക്കുള്ളൂ. അനി അതൊന്നും ഓർത്ത് മോള് വിഷമിക്കൊന്നും വേണ്ട, ടെൻഷൻ അടിക്കാൻ വേണ്ട. നമ്മുടെ കുടുംബത്തിലേക്ക് കയറി വന്ന പെൺകുട്ടിയാണ് അവളെ പൊന്നുപോലെ നോക്കുക എന്നുള്ള നമ്മുടെ ഉത്തരവാദിത്വമാണ്. ധർമ്മന്റെ ജീവിതം രക്ഷപ്പെട്ടല്ലോ. ഒരു പക്ഷെ ആ കല്യാണം നടന്നില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനം? അവളാണ് നമ്മുടെ കുടുംബത്തിന്റെ അന്തസ്സും അഭിമാനവും ഒക്കെ കാത്തു സൂക്ഷിച്ച സുകന്യ. ഇനിയിപ്പൊ അവളെ നമ്മൾ അതുപോലെ തന്നെ നമ്മൾ നോക്കണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നന്ദിത പറഞ്ഞു, അതിനെന്തമ്മേ നോക്കാലോ, നമുക്ക് എതിർപ്പൊന്നും ഇല്ലല്ലോ. രണ്ടുപേരും കൂടെ നന്നായിട്ട് ജീവിച്ചാൽ മാത്രം മതിയായിരുന്നു. അതെ മോളെ, അത് മാത്രമേ എൻ്റെ മനസ്സിലൊരു പ്രാർത്ഥനയുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ കൂടുതൽ ചെകയാനൊന്നും പോണ്ട. കല്യാണം നടന്നല്ലോ, അത് മതി. കല്യാണം നടന്നില്ലായിരുന്നെങ്കിലും ഒന്ന് ഓർത്ത് വയ്ക്കുക, എന്തായി തീരുമായിരുന്നു. പിന്നെ ധർമ്മന് മേലാൽ ഒരു പെണ്ണ് കിട്ടുമോ? ധർമ്മം കല്യാണമേ വേണ്ടെന്ന് വെച്ച് നിന്നേനും എന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ നന്ദിത പറഞ്ഞു, അത് ശരി അമ്മയെന്നൊക്കെ പറയണം. ആ സമയം വല്ലാത്തൊരു ടെൻഷനോട് കൂടിയിട്ട് ആര്യനും ആകാശും ആനന്ദൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. കാരണം അവരുടെ മനസ്സിലെ ടെൻഷൻ, ആ പെണ്ണ് ഏതാണ് വന്നത്, മാമന്റെ കല്യാണം മുടക്കാൻ വന്ന പെണ്ണ്, അവളെ കണ്ടുപിടിക്കണം എന്നൊക്കെയായിരുന്നു. കള്ളത്തരങ്ങളൊക്കെ പുറത്ത് കൊണ്ടുവരികയും ചെയ്യണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് അവർ തല പോകഞ്ഞ് ആലോചിക്കുക. പിന്നീട് ആര്യം പറഞ്ഞു, ഇതങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല. മാമനെയും അച്ഛനെയും ഒക്കെ എല്ലാവരുടെ മുന്നിൽ വെച്ച് നാണം കെടുത്തിയത് ആരാണെങ്കിൽ ശരി, അവരെ നമുക്ക് കയ്യോടെ പിടികൂടണം എന്ന് പറയണം. അത് കേട്ടപ്പോ ആകാശ് പറഞ്ഞു, എന്ത് ചെയ്യാൻ പോന്നു? ആ പെണ്ണ് എവിടെ നിന്ന് വന്നു, അവൾ ആരാ എന്താന്നൊക്കെ നമ്മൾ അറിയണമെന്ന് പറയണം. ആകാശ് പറഞ്ഞു, അതിന് അച്ഛൻ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അച്ഛനാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അന്നത്തെ ദിവസം അച്ഛന് തന്നെ ജയിക്കായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, ആ പെണ്ണും കൂടി കയറി വന്ന സമയത്ത് രാമേണ്ണ സത്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞപ്പോൾ രാമേണ്ണ കൈയും പിടിച്ച് അങ്ങോട്ട് വന്ന് സത്യാവസ്ഥ വെളിപ്പെടുത്തിയാൽ പോരായിരുന്നോ? അങ്ങനെയാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമായിരുന്നോ? ധർമ്മനെ കുറിച്ചും ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആര്യം പറഞ്ഞു, നീ എന്ത് വർത്താനോടാ ആകാശം പറയണെന്ന് ചോദിച്ചു. അതെന്താ എടാ, അങ്ങനെ എന്തേലും വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ മാമന്റെ കല്യാണം മുടങ്ങൂലേ? മാമന്റെ കല്യാണം പിന്നെ നടക്കുവോ? ഇപ്പൊ സുഗന എന്ന് പറയുന്ന ഒരു പെണ്ണിനെങ്കിലും കിട്ടി. പിന്നീട് അവിടെ പ്രശ്നമായിട്ടുണ്ടെങ്കിൽ മാമന്റെ കല്യാണം നടക്കാൻ പോകുന്നില്ല. ആനന്ദ് പറഞ്ഞു, അത് ശരിയായിട്ടുള്ള കാര്യമാണ്. എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും ശരി, കൃത്യസമയത്ത് തന്നെ കൃഷ്ണമംഗലംകാർ ഒരു പെണ്ണിനെ കൊണ്ടുവന്നു. മാമന്റെ കല്യാണമൊക്കെ ഗംഭീരമായിട്ട് തന്നെ നടന്നല്ലോ. ആരും പറഞ്ഞു, അത് ശരിയായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ആ പെണ്ണ് എവിടുന്ന് വന്നു, ഇതിന്റെ പിന്നിൽ ആരാ പ്രവർത്തിച്ചേ? നമ്മുടെ മാമൻ ഒരിക്കലും അങ്ങനെ തെറ്റ് ചെയ്യത്തില്ലോ. അതിനെക്കുറിച്ച് നമ്മൾ അന്വേഷിച്ചറിയണമെന്ന് പറയണം. ആനന്ദ് പറഞ്ഞു, അതിനകത്ത് നമുക്ക് CCTV നോക്കാന്ന് പറയണം. CCTVയോ? അതെ, ഉറപ്പായിട്ടും കല്യാണം നടന്ന ഓഡിറ്റോറിയത്തിൽ CCTV ഉണ്ട്. അപ്പോഴേക്കും ആകാശം പറഞ്ഞു, ഓഡിറ്റോറിയത്തിൽ മാത്രമല്ല, പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കടകളിൽ CCTV ഉണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ആ പെണ്ണ് എവിടുന്നാ വന്നതെന്ന് കണ്ടെത്തണം. ആര്യം പറഞ്ഞു, അതെ, ആ പെണ്ണ് ഏത് വഴിക്കാ വന്നതെന്ന് കണ്ടെത്തണം. അവൾ പോകുന്ന വഴി നോക്കണം. നോക്കിയിട്ട് കടകളിലൊക്കെ CCTV ഉള്ളതുകൊണ്ട് നമുക്ക് കാര്യങ്ങളൊക്കെ എളുപ്പമാണ്. പിന്നെ അവള് വന്ന് ചിലപ്പോൾ എവിടെയും ലോഡ്ജ് താമസിച്ചോ മറ്റോ ആയിരിക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ ആ ലോഡ്ജ് ഏതാ എന്താന്നൊക്കെ അറിയുക തന്നെ വേണം. അവളെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടായിരിക്കും. അവള് ആരെങ്കിലും പറഞ്ഞിട്ട് വന്നാണെങ്കിൽ ഉറപ്പായിട്ടും അവളെ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് കാര്യങ്ങൾ കൂടുതൽ എളുപ്പം. സൈബർ സെല്ലിന്റെ സഹായം തേടാന്ന് പറയണം. അപ്പോഴേക്കും ആകാശം പറഞ്ഞു, അതങ്ങനെ പെട്ടെന്ന് എന്നാലൊന്നും പറ്റുന്ന കാര്യമല്ല. പോലീസ് കേസോ മറ്റോ ആയിട്ടുണ്ടെങ്കിലോ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഇപ്പം അവള് നിന്ന് ടവർ ലൊക്കേഷൻ കണ്ടെത്തി ആ സമയത്ത് ആരെ വിളിച്ചത് നമ്മളെങ്ങനെ അറിയണേ? അപ്പോഴേക്കും ആനന്ദ് പറഞ്ഞു, എൻ്റെ ഒരു ഫ്രണ്ട് സൈബർ സെല്ലിലുണ്ട്, ആ കാര്യം ഞാൻ ഏറ്റു. അതുപോലെ നമുക്ക് ചെയ്യാം. അവൾ ആരെയൊക്കെ വിളിച്ചിട്ടുണ്ടോ അതിന്റെ നമ്പരും കാര്യങ്ങളൊക്കെ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. ഈ സമയം ആര്യം പറഞ്ഞു, പിന്നൊരു കാര്യം, അവളുടെ കള്ളത്തരം പുറത്തു കൊണ്ടുവരണം. അതുവരെ ഇത് ആരും അറിയാനായിട്ട് പാടില്ല. നമ്മൾ തന്നെ വേണം ഇതിന് മുന്നിട്ടിറങ്ങാനായിട്ട്. അവൾ ആരാ എന്താ ഇതിന്റെ പിന്നിലെ ചതി എന്താന്ന് വ്യക്തമായിട്ട് നമ്മൾ അറിയുക തന്നെ വേണം. എന്നിട്ട് വേണം അവർക്കൊട്ട് പണി കൊടുക്കാനെന്ന് പറഞ്ഞു. ആകാശ് പറഞ്ഞു, അതെ, എല്ലാവരുടെ മുന്നിൽ നമ്മളെ നാണം കെട്ടി രസിച്ചൊരാളാണെങ്കിലും അവരെ വെറുതെ വിടാനായിട്ട് പോകുന്നില്ല. അങ്ങനെ അവർ തമ്മിൽ ഒരു ഉറച്ച തീരുമാനങ്ങളൊക്കെ എടുക്കുകയാണ്. എത്രയും പെട്ടെന്ന് അവളെ കണ്ടെത്താനായിരുന്നു അവരുടെ തീരുമാനം. സൗദാമിനിയായിട്ട് വേഷം കെട്ടി വന്ന ആ സ്ത്രീയെ, ആ സമയം സൗദാമിനിയായിട്ട് വേഷം കെട്ടിയ സ്ത്രീയെ അവർ കുറച്ച് പൈസയൊക്കെ എണ്ണി നോക്കുകയാണ്. അപ്പൊ അവരുടെ മോനെന്ന് പറയുന്ന ആ ചെറുകൊച്ചാട് മാറി നിൽക്കുന്നുണ്ട്. അങ്ങനെ പണമൊക്കെ എണ്ണി തിട്ടപ്പെടുത്തി ബാഗിനകത്ത് വെച്ചു. ആ സമയത്ത് ഒരു കോള് വരുവാണ്. അങ്ങനെ കോൾ എടുത്തു കഴിഞ്ഞിട്ട് സൗദാമിനി പറഞ്ഞു, അതെ, നിങ്ങൾ പറഞ്ഞ തുക മൊത്തം ഉണ്ട്, എനിക്ക് സന്തോഷമായി. എങ്കിൽ ശരി, അന്ന് ഞാൻ ഇവിടുന്ന് ഇറങ്ങിയേക്കുക, ഇനി നമ്മൾ തമ്മിൽ കാണില്ല എന്നൊക്കെ പറയുവാണ്. അങ്ങനെ എല്ലാം പറഞ്ഞ് സെറ്റ് ചെയ്തിട്ട് സൗദാമിനി
അവളുടെ മോനോട് പറഞ്ഞു, ബാ മോനെ നമുക്ക് പോകാന്ന് പറയണേ. അങ്ങനെ ബാക്കി എടുത്തോണ്ട് അവിടെ നിന്ന് ഇറങ്ങാനായിട്ട് തുടങ്ങുമ്പോഴത്തേനുമാണ് പെട്ടെന്ന് അവിടെ മൊത്തം അന്ധകാരമായി, വെട്ടമെല്ലാം പോയി. ഒരു സുദർശന ചക്രം പോലെ ഒരു സംഭവം ഇങ്ങനെ വട്ടം ചുറ്റോടെ എന്നോട് കിടന്നു. ഒരു നിമിഷം സൗദാമിനി ഞെട്ടിപ്പോയി. സൗദാമിനിക്ക് എന്താ കാര്യം എന്താണെന്ന് മനസ്സിലായില്ല. മോനെ ചേർത്ത് പിടിക്കുകയാണ്. ആ സമയം ഒരു അശരീരി മുഴങ്ങുവാണ് ഭഗവാൻ കൃഷ്ണന്റെ. നീ തെറ്റ് ചെയ്തു, എന്നിട്ട് നീ രക്ഷപ്പെടാൻ നോക്കുന്നു. അയ്യോ എന്റെ ഭഗവാനെ കൃഷ്ണ ഗുരുവായൂരപ്പ, എന്നെ രക്ഷിക്കണേ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അലറി വിളിക്കുകയാണ്. പക്ഷെ മൊത്തം ഇരുട്ടായിരുന്നു. എന്ത് ചെയ്യണമെന്ന് സൗദാമിനിക്ക് അറിയില്ല. സൗദാമിനി അവിടെ കിടന്ന് വട്ടം കറങ്ങുവാണ് തന്റെ മോനെയും ചേർത്ത് പിടിച്ചിട്ട്. സൗദാമിനിക്ക് ആകപ്പാടെ പേടിയായിപ്പോയി. കൂരിട്ടിട്ടാണ്. കഥവും തുറന്ന് വെളിയിൽ ഇറങ്ങാൻ പോലും സൗദാമിനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അതേ ഒരു അവസ്ഥയിൽ സൗദാമിനി പെട്ടുപോയി. ആ സമയം ബാലൻ ഭയങ്കര വിഷമിച്ച് മുറിയിലിങ്ങനെ ഇരിക്കുകയാണ്. ഗോമതി അങ്ങോട്ട് വന്നു. ഗോമതിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ബാലൻ ഗോമതിയോട് പറഞ്ഞു, നമുക്ക് എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കിയ. പുതിയ കട്ടില് ബെഡ് എല്ലാം വാങ്ങി മുറിയൊക്കെ നന്നായിട്ട് ഒരുക്കുകയും ചെയ്തു. ധർമ്മന്റെ പെണ്ണിനെ കൈപിടിച്ച് അകത്തേക്ക് ഏറ്റാന്ന് നീ ആശിച്ചിരുന്നല്ലേ. ഒടുവിലെല്ലാം തകർന്നു പോയില്ലേ. അല്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ ഇങ്ങനെയാ. ഞാൻ കൊതിക്കുന്നൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. കുഞ്ഞുനാളിൽ എനിക്ക് പഠിക്കണം നല്ല മോഹം ഉണ്ടായിരുന്നു. മറ്റുള്ള കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് ഞാൻ കൊതിയോടെ നോക്കി നിൽക്കും. പക്ഷെ എന്ത് ചെയ്യാനാ, എനിക്ക് പഠിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. പിന്നീട് ഞാൻ ഇങ്ങനെയായി തീർന്നു. അതിനുശേഷം എനിക്കൊരു കുടുംബം ഉണ്ടായി കഴിഞ്ഞപ്പോഴാണ് ഞാൻ സന്തോഷം എന്നറിയുന്നേ. അങ്ങനെ ആ സന്തോഷം ഉണ്ടായി കഴിഞ്ഞപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ധർമ്മന്റെ വിവാഹം എന്ന് പറഞ്ഞാൽ. ആ വിവാഹം നല്ല അതിഗംഭീരമായിട്ട് നടത്തണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. ഒടുവിൽ അതും ഇങ്ങനെ പോയില്ലേന്ന് ചോദിക്കണം. ഗോമതി പറഞ്ഞു, ബാലേട്ട വിഷമിക്കല്ലേ. വിഷമിക്കാനോ, എനിക്ക് സങ്കടമൊന്നും ഇല്ലടോ. നമ്മുടെ കടയിൽ സ്ഥിരമായിട്ട് സാധനങ്ങൾ വാങ്ങുന്നൊരു പ്രൊഫസറുണ്ട്. ഒരിക്കൽ ആ പ്രൊഫസർ എന്നോട് ചോദിച്ചു, ദൈവത്തെ ചിരിപ്പിക്കാൻ നമ്മൾ എന്ത് ചെയ്യണമെന്ന്. ഇത് കേട്ടപ്പോൾ ഞാൻ ശരിക്കും ഒന്ന് അന്താളിച്ചു പോയി. എന്താ മറുപടി പറയാനെന്ന് അറിയില്ലാതെ. അപ്പോഴേക്കും ആ പ്രൊഫസർ എന്താ പറഞ്ഞെന്നറിയാവോ? അതിനുള്ള ഉത്തരവും പറഞ്ഞു തന്നിട്ട് പറഞ്ഞു, അതെ, ദൈവത്തെ ചിരിപ്പിക്കാൻ നമ്മൾ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. നമ്മുടെ ഭാവി പരിപാടികളൊക്കെ ദൈവത്തോട് പറഞ്ഞാൽ മതി. കാരണം അതൊക്കെ കേട്ട് കഴിയുമ്പോൾ ദൈവത്തിന് ചിരി വന്നോളും. നടക്കാൻ പോകാത്ത കാര്യങ്ങളല്ലേ അതൊക്കെ. അതുകൊണ്ട് ദൈവം തന്നെ ചിരിച്ചോളൂ എന്ന് പറയണം. ഗോമതി പറഞ്ഞു, ബാലേട്ട നീ വിഷമിക്കേണ്ട ഗോമതി. എൻ്റെ മനസ്സിലുള്ള വേദനയും വിഷമമൊക്കെ ഞാൻ നിന്നോട് പറഞ്ഞേ. അത്രയ്ക്ക് എനിക്ക് ഇഷ്ടമായിരുന്നു അവനെ. ഇപ്പം അവനൊറ്റ ദിവസം കൊണ്ട് തന്നെ കൃഷ്ണമംഗലംകാരുടേതായി പോയില്ലേ. നമുക്കൊരു അവകാശം അധികാരം ഇല്ലാത്ത പോലെ ആയി പോയില്ലേ. നീ വിഷമിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഗോമതിയെ ബാലൻ സമാധാനിപ്പിക്കുകയാണ്. പക്ഷെ ഗോമതിയുടെ കണ്ണൊക്കെ നിറഞ്ഞൊരുക്കി എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ. ആ സമയം ശ്രീദേവി ആകപ്പാടെ ടെൻഷനിലിരിക്കുമ്പോഴത്തേന് ശ്രീദേവിയുടെ അടുത്തേക്ക് വന്ന് ശ്രീകല പറഞ്ഞു, മോളെ നീ ഈ ജ്യൂസ് കുടിക്കാൻ പറയാണ്. എനിക്ക് വേണ്ട. ദേ നീ നേരെ ചൊവ്വേ ആഹാരം പോലും കഴിച്ചിട്ടില്ല. അവിടുന്ന് ഇവിടെ വന്നിട്ട് ഒന്നും കഴിച്ചില്ലോ. ഞാനൊന്നും അല്ലെങ്കിലും ഇത് അടിച്ചോണ്ട് വന്നല്ലേ. നീ ഇത് കുടിക്കുക. എനിക്ക് വേണ്ടാന്നല്ലേ പറഞ്ഞേ. ദേ പോഷകാഹാരമൊക്കെ ഇപ്പൊ വേണ്ടതേ എനിക്കല്ല, ആ ഇരിക്കുന്ന അച്ഛന് തന്നെ അമ്മ കൊണ്ടേ കൊടുക്ക് എന്ന് പറഞ്ഞു. ഉദയഭാനു പറഞ്ഞു, മോളെ നീ ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ. പിന്നെ എങ്ങനെ ദേഷ്യപ്പെടണം? നിനക്ക് ഇത്രയെങ്കിലും നാണോ ഉളുപ്പുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ലാലി എന്ന് പറയുന്ന ഒരു പെണ്ണിനെ ഇറക്കി അവിടെ കളിച്ചിരിക്കുന്നു. ഞാൻ വിചാരിച്ച് നിങ്ങൾ കല്യാണം കൂടാൻ വന്നായിരിക്കുന്നു. പക്ഷെ കല്യാണം കൂടാൻ വന്നല്ല. നിങ്ങൾ അതുപോലെ ചില തന്ത്രങ്ങളൊക്കെ മെനഞ്ഞുകൊണ്ട് വന്നാ. ഇത്രയെങ്കിലും നാണം ഉണ്ടായിരുന്നു, നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യത്തില്ലായിരുന്നു. അത് കേട്ടപ്പം ശ്രീകല പറഞ്ഞു, മോളെ ഞങ്ങളുടെ അവസ്ഥ എന്തവസ്ഥ എല്ലാം വരുത്തി വെച്ച് നിങ്ങളൊക്കെ തന്നെയല്ലേ. ഞാൻ പറഞ്ഞു വരുന്നോ എനിക്ക് കല്യാണം വേണോന്ന്. വേണ്ടെന്നല്ലേ പറഞ്ഞേ. എന്നിട്ടോ നിങ്ങൾ നിർബന്ധിച്ച് എന്നെ കൊണ്ട് എന്റെ കഴുത്തിൽ താലി എടുപ്പിച്ചു. എന്നിട്ട് അവസാനം ഇപ്പൊ എന്തായി? ഞാൻ കിടന്ന് നട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുക. എന്റെ ജീവിതം തകർന്നു. നിങ്ങൾ എല്ലാവരും കൂടെ കൂടിയിട്ട് എന്റെ ജീവിതം കുട്ടിച്ചോറാക്കി എന്ന് പറഞ്ഞു. അത് കേട്ടത് ശ്രീകല പറഞ്ഞു, മോളെ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞ ഞങ്ങൾ എന്താ മറുപടി പറയണ്ട? വേണ്ട, കൂടുതലൊന്നും പറയണ്ട. എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി മോളെന്നും വിളിച്ചോണ്ട് എന്റെ അടുത്തേക്ക് വന്നാണ്ടല്ലോ, നിങ്ങൾ കാരണം എന്റെ ജീവിതം നശിച്ചു പോയത്. ഉദയഭാനു, നീ എന്തിനാ? ആനന്ദ് പറഞ്ഞു കഴിഞ്ഞപ്പോ പെട്ടിയും പ്രമാണം എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് പോന്നെ. പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? അവിടെ കടിച്ചു തൂങ്ങി കിടക്കണമായിരുന്നോ? ദേ ആനന്ദേട്ടൻ സ്വഭാവം അറിയത്തില്ലാത്തോണ്ടാ. പോകുന്നില്ലായിരുന്നു എന്നെ കയ്യെ പിടിച്ച് വലിച്ചിറക്കി ഇങ്ങോട്ട് കൊണ്ട് തള്ളിയിട്ട് പോയാനും. എന്താണെങ്കിലും അതിനൊന്നും എനിക്ക് ഒരുക്കമല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോന്നെ. അല്ലെങ്കിലും ആനന്ദേട്ടനെ തെറ്റു പറയാൻ പറ്റില്ല. എന്റെ അച്ഛനും അമ്മയൊക്കെ ചെയ്ത് തെറ്റിന് പാവം അതിനെ എന്തിനാ ശിക്ഷിക്കണേ? അതിന്റെ ആവശ്യമൊന്നും ഇല്ലോന്ന് പറഞ്ഞു. അങ്ങനെ ശ്രീദേവി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഉദയഭാനു ശ്രീകലയോട് പറഞ്ഞു, ശ്രീകലെ നീ പേടിക്കണ്ട. ആനന്ദിനെ അവളുടെ കല്യാണം നടത്താമെങ്കിൽ പിന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകാനും എനിക്കറിയാം. ഞാൻ ചില പ്ലാനുകളൊക്കെ നടത്തിയിട്ടുണ്ട് അവളെ ഇവിടുന്ന് പറഞ്ഞു വിടാനായിട്ട്. എന്ത് പ്ലാന്? അതൊക്കെയുണ്ട് എന്റെ ഉദയേട്ടാ. എനിക്ക് തല്ലുകൊള്ളാനുള്ള ആവതില്ല ഇപ്പം. ഉദയേട്ടൻ എന്ത് വേണം പ്ലാൻ ചെയ്തോ, പക്ഷേ അതിനകത്ത് കൂട്ടുപിടിച്ചേക്കരുത്. എനിക്ക് ഓടാൻ വയ്യ. ഒരു പ്രശ്നം അവസാനിച്ച് വരുന്നുള്ളൂ. ഇനി അതിന്മേ കൂനുമേ കുരു എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നുകൂടെ വന്നിട്ടുണ്ടെങ്കിലോ എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ ദേഷ്യപ്പെടുവാണ്. പിന്നീട് രാത്രി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും നന്ദിത പാലൊക്കെ റെഡിയാക്കി രാജശ്രീയെ വിളിച്ചിട്ടുണ്ട്. രാജശ്രീ ഇത് നീ കൊണ്ടേ കൊടുക്കാൻ പറയണം. ഞാനോ? എനിക്ക് നാണോ? ഞാൻ കൊടുക്കുന്നില്ല എന്ന് പറയണ. അങ്ങനെ പറഞ്ഞ എങ്ങനെയാ ശരിയാന്ന്? ഇത് കൊണ്ടേ കൊടുക്ക്.
അതൊരു കാര്യം ചെയ്യും, ഏട്ടി തന്നെ കൊണ്ട കൊടുത്താൽ മതി എന്ന് പറയണ. അങ്ങനെ നന്ദിത പാലൊക്കെ അങ്ങോട്ട് വരുമ്പോൾ രാശ്രീയും പിന്നാലെ വരുവാണ്. ആ സമയം നന്ദിത രാശ്രിയോട് ചോദിച്ചു, അല്ല സുകന്യനെ കുറിച്ച് എന്താ അഭിപ്രായം എന്ന് ചോദിക്കുക. രാശ്രീ പറഞ്ഞു, എന്താ അഭിപ്രായം, ആളിച്ചിരി ബോൾഡാന്ന് പറയണം. എനിക്കും അങ്ങോട്ട് തോന്നി ഇത്തിരി ബോൾഡാന്ന്. അങ്ങനെ ഒരു ഹാളിലേക്ക് വരുമ്പോഴത്തേനും ടി വി വെക്കാൻ നോക്കുന്ന സുകന്യെ നോക്കുന്നത്. 2-3 വട്ടം റിമോട്ട് എടുത്ത് ഞെക്കിയിട്ട് ടി വി ഓണാവുന്നില്ല. ആ സമയം നന്ദിത വന്നിട്ട് പറഞ്ഞു, ഇന്നാ മോളെ പാലെന്ന് പറയണം. അത് കേട്ടപ്പോ സുകന്യെ പെട്ടെന്ന് എന്ത് ചെയ്തു, ആ പാൽ അങ്ങോട്ട് വാങ്ങിയിട്ട് കുടിക്കാൻ ഒരുങ്ങുവാണ്. അയ്യോ മോളെ കുടിക്കില്ല. അതെന്താ, കുടിക്കാൻ തന്ന പാലല്ലേ? അതെ, മുറിയിൽ പോയിട്ട് വേണം കുടിക്കാനായിട്ട്. മുറിയിൽ പോയിട്ട്? അതെ, പകുതി ധർമ്മനും പകുതി മോളും വേണം കുടിക്കാനായിട്ട്. ഇത് കേട്ടതും സുകന്യ പറഞ്ഞു, അതെങ്ങനെ ശരിയാവും, 2 ഗ്ലാസ് പാല് വേണ്ടേ? ഇതിപ്പോ 1 ഗ്ലാസ്സല്ലേ ഉള്ളെന്ന് ചോദിക്കണം. ഒരന്താളിപ്പോട് കൂടിയിട്ട് സുകന്യയെ തന്നെ നോക്കണം രാശ്രീയും നന്ദിതയും കൂടെ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാ കാണുന്നത്. സുകന്യ പണി തുടങ്ങിക്കഴിഞ്ഞു. ഇനി എന്താവും നമുക്ക് കണ്ടറിയാം. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.